ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വളരെയധികം കാലമായി ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഇത്. എന്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു അധ്യാപികയിൽ നിന്ന് ആവണമെന്ന് എന്റെ വളരെ കാലത്തെ ആഗ്രഹമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ വന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ അധ്യാപികയുടെയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സഹകരണ മേഖലയിൽ തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം സജി മിസ് ആണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം സജി മിസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്റെ സ്വന്തം സജി മിസ് എന്ന് ഞാൻ സ്നേഹത്തോടെ പറയും. മിസ് തന്നെ പറയുകയാണെങ്കിൽ എന്റെ പിള്ളേരുടെ സജി മിസ് എന്ന് പറയും. സോ വെൽക്കം മിസ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു മിസ്. എന്തൊക്കെയാണ് വിശേഷം? പഠനം എങ്ങനെ പോകുന്നു? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എപ്പോഴത്തെ ചോദ്യം? വളരെ നന്നായി പോകുന്നു. അപ്പോ എനിക്ക് മിസ്സിന്റെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മിസ്സിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നോക്കിയാലും അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാ സമയത്ത് വരുമ്പോഴും മിസ് പറയുന്ന വാക്കാണ് എന്റെ പിള്ളേരുടെ സ്വന്തം സജി മിസ്. അപ്പോ ദേവിക പ്ലസ് പോയിന്റ് പോലുള്ള ഒരു സ്ഥാപനം ഇപ്പൊ കേരളത്തിൽ എത്ര സ്റ്റുഡന്റ് ഏകദേശം പഠിക്കുന്നതാണ്? ഏകദേശം ഒരു ഇതുവരെ 5000-ലധികം പേരെ പഠിപ്പിച്ചു കഴിഞ്ഞു. 500-ലധികം പേർക്ക് ജോലി കിട്ടി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. റാങ്ക് ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന കേരള ബാങ്കിന്റെ ലിസ്റ്റിലായാലും GCയുടെ ലിസ്റ്റിലായാലും ധാരാളം പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ദേവിക പ്ലസ് പോയിന്റിനെ കുറിച്ച് മിസ്സിന് പറയാനുള്ളത്? എന്റെ മൂന്നാമത്തെ കുട്ടി, കാരണം എന്റെ 2 മക്കൾ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ കുട്ടി അത് തന്നെയാണ് ദേവിക പ്ലസ് പോയിന്റും. അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയും എനിക്ക് അതുപോലെ തന്നെയാണ്. ഒരു ഡ്രീം ആയിരുന്നു സത്യം പറഞ്ഞാൽ. കൊറോണ ടൈം വരെ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറണം, സ്വസ്ഥമായിട്ടൊരു ജോലി ലഭിക്കണം, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2011 തുടങ്ങിയതാണ് PSC ക്ലാസ് എടുക്കാൻ. അന്നൊന്നും തോന്നിയിട്ടില്ല ഒരു കോച്ചിങ് സെന്റർ വരുന്നത്. പക്ഷെ കൊറോണ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയും ഒരു ലോകം ഉണ്ടാവും. കാരണം നമുക്ക് എവിടെയും പോകാനില്ലാതെ ഒന്നും ചെയ്യാനില്ലാത്തൊരു കാലം വരുന്നു. അന്ന് ഞാൻ പഠിപ്പിച്ച് ജോലിയിൽ കിട്ടിയ കുട്ടികളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഒരിക്കലെങ്കിലും എനിക്കും തോന്നി, അയ്യോ ഒരു ജോലി ഇല്ലാത്തത് ഒരു കുറവാണല്ലോ എന്ന്. അന്ന് ഒരു എന്താ പറയാ ഒരു കാരണം ഉണ്ടായി, ഞാനൊരു പ്രസ്ഥാനം തുടങ്ങി. അതുവരെ ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥാപനം ഒരു ദിവസം കൊണ്ടുണ്ടായി. 2020 ഓഗസ്റ്റ് 17, അന്ന് ചിങ്ങം 1 അന്നാണ് ദേവിക പ്ലസ് പോയിന്റ് ആരംഭിച്ചത്. 5 വർഷമാകുന്നു. 5 വർഷം കൊണ്ട് 5000-ലധികം കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു സന്തോഷം. നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ തുടങ്ങിയതാണ് ദേവിക പ്ലസ് പോയിന്റ്. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല നിലയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഒരു ജോലിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. എന്താ പറയാ, ഓരോ കുട്ടിയുടെയും വിജയത്തിന് പിന്നിൽ മിസ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ചേച്ചി എല്ലാവരെയും ഞാൻ കാണാറുണ്ട്. അപ്പോ ഞങ്ങളെ ലാസ്റ്റ് ഒരു മിസ്സിന് ഓർമ്മയുണ്ടാവും, ലാസ്റ്റ് മിസ്സിന്റെ ബർത്ത്ഡേ സമയത്ത് ഞങ്ങൾ തന്നൊരു ഗിഫ്റ്റ്. സോ ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മിസ്സിന്റെ അച്ഛന്റെ ഫോട്ടോയും അമ്മയുടെ ഫോട്ടോയും കൂടി ചേർത്ത ഒരു ഫോട്ടോ ആയിരുന്നു. പക്ഷെ അതില് മിസ് അത് കണ്ടു. മിസ് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു ഫോട്ടോ എന്റെ കയ്യിൽ ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു പാസ്റ്റില് കുറെ കഥകൾ പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ പേര് ഇങ്ങനെ കരയായിരുന്നു. പക്ഷെ ഞാൻ ഈ റീസെന്റ് കുറച്ച് ദിവസത്തെ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ നോക്കുമ്പോ ഈ കരഞ്ഞ എല്ലാവരും ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുണ്ട്. എന്താ പറയാ, വളരെ നല്ല റാങ്കിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു, ഈ ചേച്ചി പറഞ്ഞു ഈ ചേച്ചിക്കും ജോലിയുണ്ട്, ഈ ചേച്ചിക്കും ജോലിയുണ്ട്. എന്താണ് മിസ്സിന്റെ അച്ഛനെ കുറിച്ച് മിസ്സിന് പറയാനുള്ളത്? ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിക്കാം. ബർത്ത്ഡേക്ക് വരിക, കരയുക, ജോലി ഉറപ്പായിട്ടും അടുത്ത തവണ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു അതെ, പ്രത്യേകിച്ച് പിള്ളേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ജോലി കിട്ടാനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ജോലി വാങ്ങണം. അതായത് ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ എനിക്കുണ്ടായ വീഴ്ചകളിൽ നിന്നാണ് ഞാൻ കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരാൾക്ക് ജോലി കിട്ടാൻ ഞാനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ MCOM വരെ പഠിച്ച അല്ലെങ്കിൽ BCOM വരെ പഠിച്ച HDC കഴിഞ്ഞ JDC കഴിഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തമായി പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ഒരു സഹകരണ ബാങ്കിലെ ജോലി എന്നുള്ളത്. അത് അത്ര വലിയ കിട്ടാത്തതോ അല്ലെങ്കിൽ എന്താ പറയാ, അതിനിപ്പോ നമ്മൾ ഈ പറയുന്ന നീറ്റിനോ JEEക്കോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്രമാത്രം ഒന്നും പരിശ്രമം വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള അറിവുകളെ ഒന്ന് തേച്ച് മിനുക്കിയെടുത്താൽ നിങ്ങൾക്ക് ജോലിയാണ്. ഞാൻ ആകെ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്കുള്ള കുറെ ഒരു നെഗറ്റീവിനെ മുഴുവൻ നിങ്ങളുടെ പ്ലസ് പോയിന്റ് ആക്കി മാറ്റും. അതാണ് എന്റെ പ്ലസ് പോയിന്റ്. അത് തന്നെയാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര് പ്ലസ് പോയിന്റ് ആയത്. അപ്പോ അന്നത്തെ ദിവസമാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ
പറയുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യവും എന്റെ അച്ഛന്റെ അമ്മയുടെയും ഏതൊരു മലയാളികളെയും പോലെയുള്ള ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗവൺമെന്റ് ജോലി ലഭിക്കുക. അത് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കിയായവര് അവർ പ്രതീക്ഷിക്കുക എന്താ, നമുക്ക് പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഗവൺമെന്റ് സർവീസിൽ കയറുന്നതാണ്. പക്ഷെ ഞാൻ ഗവൺമെന്റ് സർവീസിൽ കയറിയില്ല എന്ന് മാത്രമല്ല, പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെന്റ് ജോലി ലഭിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അച്ഛൻ മരിക്കുന്നത് വരെയും അത് മാത്രം നടന്നില്ല. പക്ഷെ അച്ഛൻ മരിച്ച് വളരെ ചുരുങ്ങിയ കാലം കഴിയുമ്പോഴേക്കും എനിക്ക് ഒന്നിലധികം ഗവൺമെന്റ് ജോലിയുടെ അപ്പോയിന്റ്മെന്റുകൾ വന്നു. പലതും ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അപ്പൊക്കെയും എന്റെ ഉള്ളിലുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് അതെനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു, എന്നോ വാങ്ങിക്കാമായിരുന്ന ഒരു ജോലി ഞാനായിട്ട് നീട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാനത് എന്റെ മുന്നിൽ വരുന്ന എല്ലാവരോടും പറഞ്ഞു, ഇപ്പോഴാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യഥാർത്ഥ സമയം. കാരണം നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, അവരൊക്കെ നമ്മളെ പ്രതീക്ഷയോടെ പഠിപ്പിച്ചത്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നമ്മളെ പ്രതീക്ഷയോടെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നാളെ ജോലി വാങ്ങും, അവർക്കൊരു സപ്പോർട്ട് ആവും. ചിലപ്പോൾ അവർക്ക് നമ്മുടെ സപ്പോർട്ട് വേണ്ടി വരില്ല, പക്ഷെ എങ്കിൽ പോലും അവർ പ്രതീക്ഷിക്കുന്നത് അതാണ്. ചിലപ്പോൾ ആ പറഞ്ഞു കൊടുത്തതായിരിക്കും അതിൽ പലർക്കും കണക്ട് ആയത്. കാരണം എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് അതിൽ കൂടുതൽ പേരും ഉണ്ടായിരുന്നത്. കാരണം ഒരു 3 പേരും കഴിഞ്ഞിരുന്നു. ഒന്ന് സോറി ചേച്ചി, പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ വന്ന് താമസിച്ചിരുന്ന അപ്പൊ കുട്ടിയൊക്കെ എടുത്ത് വന്ന ആ ചേച്ചി, പിന്നെ വേറൊരു ചേച്ചിക്ക് 2 ദിവസം മെസ്സേജ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഇവര് 3 പേരും ഫ്രണ്ട് വെച്ചിട്ട് 3 പേര് ഇരുന്ന് കാര്യമില്ലായിരുന്നു. 3 പേർക്ക് കരഞ്ഞതുകൊണ്ട് കിട്ടിയ ജോലിയല്ല അവരത്. ഞാൻ പറഞ്ഞത് അതേ അർത്ഥത്തിൽ അവരെടുത്തു. അതായത് അവരുടെ ഫാമിലി ഇപ്പൊ അവര് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ, അതിനുവേണ്ടി കുറച്ചുകൂടി എഫേർട്ട് ഇട്ടു. അത്രേ ഉള്ളൂ. പറഞ്ഞൊരു വാക്കായിരുന്നു, നമുക്ക് അവരുള്ള സമയത്ത് നമ്മളത് കൊടുക്കണം എന്നുള്ളത്. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഠിക്കാതെ നടക്കുന്നവർക്ക് അതൊരു വലിയൊരു മോട്ടീവായിരുന്നു. അപ്പൊ മിസ്സിന് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ടാവും, പഠിക്കുന്നുണ്ടാവും കുറെ പേര്, പക്ഷെ കിട്ടാതെ പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവര് വരുത്തുന്ന, ഇപ്പൊ ഞാനാണെങ്കിലും ഫസ്റ്റ് എക്സാമിൽ തന്നെ ഞാൻ വരുത്തിയ ഒരു മണ്ടത്തരായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ ആൻസർ ചെയ്തു പോയി. OMR പകുതി ആൻസർ ചെയ്തിട്ടും എന്റെ പേപ്പർ വാങ്ങിച്ചു പോകും. ഇങ്ങനെ ഒരു വലിയ അബദ്ധം പറ്റി. ഞാൻ വിചാരിച്ചു ഞാൻ കുട്ടിയാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലാസ്സിൽ വന്നപ്പോൾ അറിഞ്ഞത് ഇതേപോലത്തെ അബദ്ധങ്ങൾ പലർക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു ബിഗിനർ എന്ന നിലയിൽ അവർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? പഠിക്കുന്നത് ആദ്യം ബുക്കെല്ലാം പഠിച്ചിട്ടാണോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിലാണോ നമ്മുടെ പഠനം തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ബിഗിനർ ആണെങ്കിലും ഒരു കുറച്ചു കാലം എക്സാം എഴുതിയ കുട്ടിയാണെങ്കിലും ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്ലസ് എന്തൊക്കെയാണ്, നമ്മുടെ മൈനസ് എന്തൊക്കെയാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ടെൻഷനില്ല. ഒന്നിലധികം എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ള പ്രഷറും പ്രതീക്ഷയും കൂടുതലാണ്. ആദ്യത്തെ തവണയാകുമ്പോൾ ആർക്കും നമ്മളെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. എനിക്ക് പോലും ഓക്കെ ഫസ്റ്റ് എക്സാമിലെ പോയി എഴുതി വരുന്നതായിരിക്കും. നിങ്ങളെ വീട്ടിൽ നിന്ന് വിടുമ്പോഴും അവർക്ക് ഓക്കെ, അധിക ഭാരമില്ല നിങ്ങൾ. പക്ഷെ ഒന്നിലധികം എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഭാരം വരും. പക്ഷെ കുഴപ്പമേ ഇല്ല, ഒരു എക്സാം അല്ല 10 എക്സാം എഴുതിയാലും വിജയിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനുള്ള ഒറ്റ വഴിയും നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിക്കും. ചിലപ്പോ ഇപ്പൊ അനു പറഞ്ഞ പോലെ ഒരു എക്സാമില് ടൈം മാനേജ്മെന്റ് ആയിരിക്കും, പക്ഷെ അടുത്ത എക്സാമില് ടൈം ചിന്തിക്കും, എന്നിട്ട് അങ്ങ് സ്പീഡിൽ എഴുതും. 4 ഓപ്ഷൻ പോലും കണ്ടിട്ടുണ്ടാവില്ല, ചോദ്യം മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല. പറഞ്ഞാൽ പറയും മിസ്സേ കഴിഞ്ഞ എക്സാമിന് എനിക്ക് സമയം തികയില്ല, ഈ എക്സാമിന് ഞാൻ സമയം തികയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ കാര്യമുള്ളത്? 2 ആണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ സമയം തികയ്ക്കാൻ വേണ്ടി പോയപ്പോഴും നിങ്ങളുടെ പണി പോയി കയ്യിൽ നിന്ന്, നിങ്ങൾക്ക് സമയം നേരത്തെ ആയപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടാതായപ്പോഴും ഇതേ പ്രശ്നമാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എപ്പോഴും വർക്ക് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു എക്സാം എഴുതുക അതേപോലെ തന്നെ മോഡൽ എക്സാം എഴുതിയിട്ട് തന്നെ പഠിക്കാം. അപ്പോഴാണ് നമുക്ക് ഏത് ഭാഗത്താണ് മാർക്ക് കുറയുക. അബദ്ധങ്ങൾ കുറച്ചേ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയ സ്പേസിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. അബദ്ധം കുറവായിരിക്കും, പക്ഷെ നമുക്കറിയാം ബാങ്കിങ്ങിൽ എത്ര സ്കോർ ചെയ്തു, അക്കൗണ്ടൻസിയിൽ എത്ര സ്കോർ ചെയ്തു. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോ നമ്മുടെ കുറെ പേർക്ക് ഒരു 80-ൽ താഴെ ആ റേഞ്ചിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 100-ല് ഒരു 79, 78, 80. നമ്മൾ അവരോട് ചോദിക്കും മാർക്ക് എവിടെ പോയി? എല്ലാവരും പറഞ്ഞ ഒരു കാര്യം GK-യിൽ മാർക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, GK-യിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര കിട്ടും? 10. ആ 10-ൽ നിങ്ങൾക്ക് 4 കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ആകെ പോയിരിക്കുന്നത് 6 മാർക്കാണ്. അപ്പൊ നിങ്ങളുടെ ബാക്കി 14 മാർക്ക് മറ്റെവിടേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. അത് സമ്മതിച്ചു തരില്ല. ആകെ പറയാ GK കിട്ടിയില്ല മിസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കിട്ടിയില്ല മിസ്,
അങ്ങനെയല്ല, ഏതൊക്കെ ഭാഗത്ത് നിങ്ങളുടെ മാർക്ക് പോയി എന്നുള്ളത് ആ പാർട്ടിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ബാങ്കിങ്ങില് 4 മാർക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറവാണ്. 20 ഒരു 18 നിങ്ങൾ ശരിയാക്കണം. കാരണം നമ്മുടെ ഈ 7 ഭാഗത്തും 2 മാർക്ക് വെച്ച് പോയാൽ നിങ്ങൾക്ക് ആലോചിക്കാം 14 മാർക്ക് അവിടെ പോയി, ടോട്ടൽ 86. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഒരു ഭാഗത്തുനിന്ന് പോകാൻ പറ്റുക 2 മാർക്ക്. അപ്പൊ 3 മാർക്ക് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ ബാങ്കിങ് ഇംപ്രൂവ് ചെയ്യണം, ഞാൻ അക്കൗണ്ടൻസി ഇംപ്രൂവ് ചെയ്യണം. അല്ലാതെ എനിക്ക് GK കൊണ്ടാണ് കിട്ടാത്തത്, എനിക്ക് ഇംഗ്ലീഷ് കൊണ്ടാണ് കിട്ടാത്തതെന്ന് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മനസ്സിലാവണം എവിടെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മോഡൽ എക്സാമുകളാണ്. പക്ഷെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം എനിക്കും ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു എല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്ന ഒരു പ്രവണത. പക്ഷെ അത് ശരിക്കും ഒരു മണ്ടത്തരമാണെന്നുള്ളത് എനിക്ക് സുകന്യ ചേച്ചിയാണ്, നീ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യൂ, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യൂ, അത് എക്സാം ഏത് സമയത്താണ് 10 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ശരി ആ ഒരു സമയത്ത് തന്നെ ചെയ്ത് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞു തന്നത്. ചേച്ചിയുടെ ആ ഉപദേശം എന്ന് പറയുന്നത് എന്നിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ്സിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിന് ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സുകന്യ ചേച്ചി പറഞ്ഞപ്പോ അത് അനുഭവിക്കും. അത് എന്തുകൊണ്ടാണ്? സുകന്യ ചേച്ചി വിജയിച്ചത് കൊണ്ടാണ്. നാട്ടിൽ ആദ്യം നിങ്ങൾക്ക് ഒരു തോന്നൽ വേണം, വിജയിച്ചവരുടെ ആളുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളൊരു 10 എക്സാം എഴുതിയിട്ട് അതിൽ 10 അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ജോലി ഇല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന കുട്ടി പോലും എങ്ങനെയാണ് പഠിച്ചത് അനു എന്നുള്ള ചോദ്യം ചോദിക്കില്ല. അനു നാളെ ജയിച്ചിട്ട് അവിടേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും, അനു ചേച്ചി എങ്ങനെയാ പഠിച്ചത്, അനു എങ്ങനെയാ മാർക്ക് വാങ്ങി എന്നുള്ള ചോദ്യം. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. നമുക്ക് നാളെ വിജയിച്ച് എല്ലാവരുടെയും മുന്നിൽ പോയി ഇതേപോലെ നിൽക്കണം. അതിന്റെ ആദ്യത്തെ പോംവഴി ജയിച്ച ആളുകളോട് എങ്ങനെയാണ് അവരുടെ പഠന രീതി എന്ന് ചോദിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പേരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. പുതിയ കുട്ടികൾ ചിന്തിക്കും, ഇപ്പൊ 100 മാർക്കിന്റെ എക്സാം അല്ലേ, മുന്നേ 160 ഇനിയിപ്പോ അത് പഠിച്ചിട്ട് എന്താണ് കാര്യം? അങ്ങനെയില്ല. കാരണം ബാങ്കിങ്ങിൽ ഒരു മാറ്റമില്ല, അക്കൗണ്ട്സിൽ ഒരു മാറ്റമില്ല, ലോയിൽ അമെന്റ്മെന്റ് വന്നു എന്നുള്ളത് വെച്ച് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇംഗ്ലീഷ് മാത്സിക്ക് അന്ന് 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇന്ന് 10 ക്വസ്റ്റിനും 10 മാർക്ക്, അന്ന് 20 ക്വസ്റ്റിനും 10 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു 2020 ശേഷമുള്ളത്, അതിന്റെ മുന്നത്തെ ഞാൻ പറയുന്നില്ല, പക്ഷെ 2020 ശേഷമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെയാണോ നിങ്ങൾ ഒരു ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്നത് അതേപോലെ OMR വെച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അതല്ലാതെ ഞാൻ ഇത് കുത്താൻ വിചാരിച്ചതാണ് പക്ഷെ ഞാൻ ആ സമയത്ത് മാറ്റി കുത്തിയാണെന്ന് മാർക്ക് കണക്കാക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ പേപ്പർ വേറൊരാൾ നോക്കുന്നത് അതേപോലെ 2 എണ്ണം ബബിൾ ചെയ്തിട്ടുണ്ടോ അത് മൈനസ്, അല്ലെങ്കിൽ നമുക്കത് മാർക്ക് കണക്കാക്കരുത്. അല്ലെങ്കിൽ ഇത് ഞാൻ കുത്താൻ വിചാരിച്ചതാണ് പക്ഷെ എന്നിട്ട് ഞാൻ ഇത് കുത്തി, അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും പാടില്ല. നിങ്ങൾ എങ്ങനെയാണോ എക്സാം ഹാളിൽ എക്സാം ചെയ്തത് അതേപോലെ ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പർ 50 ദിവസം വൃത്തിയായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ ഉറപ്പായിട്ട് അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് അതിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. എക്സാം സമയത്ത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യുക? പഠിച്ചിട്ട് പോവുക, അതാണ്. അല്ല, എല്ലാം എന്തെങ്കിലും ചിലർക്കൊരു സ്വയം വിശ്വാസം ഇല്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും എല്ലാ കോൺഫിഡൻസും പോകുന്നത്. ഇപ്പൊ എനിക്കൊരു കേരള ബാങ്കിന്റെ എക്സാം സമയത്ത് ഇതേപോലെ ഒരാളുടെ കോളായിരുന്നു എന്റെ കോൺഫിഡൻസ് മൊത്തം കയ്യിൽ പോയത്. അപ്പൊ അതായത് മറ്റുള്ളവർ ഭയങ്കരമായി പഠിച്ചിട്ടുണ്ട്, നമ്മളൊന്നുമല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ വാക്ക് കേട്ടിട്ട് കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനോട് മിസ്സിന് എന്താണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരല്ല നമ്മളെ വിലയിരുത്താൻ. അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് അല്ലാണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ആത്യന്തികമായിട്ട് നമ്മൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന 2 പേരെ ഈ ഭൂമി മലയാളത്തിലുള്ളൂ. അത് അച്ഛനും അമ്മയും. കാരണം ബാക്കി എല്ലാവർക്കും നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അവർക്ക് അതിന്റെ പിന്നിൽ അവർക്ക് അവരുടേതായ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. ഇപ്പൊ എന്റെ മോൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ദേവിക പ്ലസ് പോയിന്റിൽ എൻഗേജ് ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എന്നും പറയുന്ന ഒരു കാര്യമാണ്, അമ്മ ജോലി രാജിവെച്ചത് നല്ല തീരുമാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവളുടെ ആവശ്യങ്ങൾ ഇപ്പോഴാണ് നടക്കുന്നത്, അവൾ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഇപ്പോഴാണ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ അവരുടേതായ ചില സ്വാർത്ഥതകൾ ഉണ്ടാവും. പിന്നെ കൂടുതൽ പേർക്കുണ്ടല്ലോ ഒരാൾ നന്നായി കാണുന്ന അത്ര ഇഷ്ടാവില്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കിലോ അതൊന്നും ഒരിക്കലും കിട്ടില്ല, അവിടെ മുഴുവൻ രാഷ്ട്രീയമാണ്. അതല്ലെങ്കിൽ പറയും, നീ ഇപ്പൊ ഇത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ, ആ കുട്ടികൾ അത്രയും പഠിച്ചു. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ കുട്ടിയും കുടുംബവും ഒക്കെ ആയിട്ട് പഠിക്കുക, ആ പിള്ളേരവിടെ ചെറിയ പിള്ളേരാ പഠിക്കുന്നത്, അപ്പൊ അവർക്ക് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ പരമാവധി ഒഴിവാക്കുക. അതിനുള്ള എളുപ്പ വഴിയും, ആരെങ്കിലും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഏട്ടാ, പണിയൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. പ്രിപ്പയർ ചെയ്യാണ്, അത് കോപ്പറേറ്റീവ് ബാങ്കിനാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ തിരിച്ചു കിട്ടുന്നത്. എന്റെ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഈ ആദ്യം നമുക്ക് ഓൺലൈൻ പോസ്റ്റ് വഴിയാണല്ലോ കോൺടാക്ട് വരിക, ഇതൊക്കെ കിട്ടുമോ, എന്തിനാ കുട്ടി ഇത് എന്ന് ചോദിക്കുന്നതായിരുന്നു. ഞാനുള്ളത്
നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ആണ് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുക. ഇപ്പൊ മിസ്സിന്റെ കാര്യത്തില് മിസ്സിന് കുറേ നാള് ലിസ്റ്റിലേ വരാതിരുന്നു. അപ്പൊ മിസ്സിന്റെ അച്ഛൻ മരിക്കുന്നവരെ മിസ് ലിസ്റ്റ് വരാതിരുന്നു. അതിനൊരു കാരണം ഇംഗ്ലീഷാണ് അല്ലെ മിസ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാനുള്ള മടി എന്നതാണ് സത്യം. ഇംഗ്ലീഷ് വേണം വെച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് മിസ് സ്വയം അത് വേണം എന്ന് വെച്ച് തുടങ്ങിയ സമയത്ത് മിസ്സിന്റെ ഏറ്റവും ക്ലിക്കായ ക്ലാസ്സും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സും മിസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. സോ നമ്മുടെ വീക്ക് പോയിന്റ് ഇതാണ്. എന്റെ വീക്ക് പോയിന്റ്, ഞാൻ മാത്സിൽ വീക്കാണ്, അതിൽ വീക്കാണെന്ന് പറയുന്നേക്കാം. ഇതാണ് എന്റെ ഹീറോയിൻ ആക്കുന്നത് എന്ന് മിസ്സിന് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഇതിലൊരു തിരുത്തുള്ളത് എന്താന്ന് വെച്ചാൽ ഞാൻ 2006 ആദ്യത്തെ ഇടയ്ക്ക് എഴുതുന്നത്. അന്ന് തൊട്ട് ഞാൻ 15 PSC ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്, പണി കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ്. അല്ല, മെയിൻ ലിസ്റ്റിൽ കയറിയിട്ട് എന്റെ മുന്നിൽ എത്തുമ്പോ ലിസ്റ്റ് ക്യാൻസൽ ആവും, നീണ്ടു പോകും. പക്ഷെ അത് ഇന്നും ഞാൻ പറയുന്നു, എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കില്ല. അത് അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, ഓവർ കോൺഫിഡൻസ്. കാരണം ഈ മറ്റെല്ലാത്തിലും ഇപ്പൊ നിങ്ങളോട് GK ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അഫ്ഗാനിസ്ഥാന്റെയോ അല്ലെങ്കിൽ സുഡാന്റെ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ നമുക്ക് അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എഴുതാൻ പറ്റുള്ളൂ. കാരണം അഫ്ഗാനിസ്ഥാന്റെ അല്ലെങ്കിൽ സുഡാന്റെ പ്രധാനമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് 4 പേരും ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് അതുപോലല്ല. നമ്മള് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷില് 10ൽ 48 വാങ്ങിയിട്ട് 50ൽ 48 വാങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോ നമ്മള് ഡിഗ്രി വരെ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യം ഓപ്ഷൻ A എടുത്ത് അതിലിടും, പിന്നെ B ഇടും, പിന്നെ നമ്മൾ C വെക്കും. എന്നിട്ട് നമ്മളതിൽ ഏറ്റവും ഭംഗിയുള്ളത്, അതായത് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് നമുക്ക് വിട്ടിട്ട് വരാൻ തോന്നില്ല. നമ്മളോട് ഒരു എക്സാമ്പിൾ വേണം, നമ്മൾ സ്ഥിരമായിട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ടൈം ഡാഷ് യുവർ വാച്ച്, ഇന്ന ഓണ് അറ്റ് ബൈ. ഇതാണ് 4 ഓപ്ഷൻ. നമ്മൾ ആദ്യം ഇൻ വെക്കും, വാട്ട് ഈസ് ദ ടൈം ഇൻ യുവർ വാച്ച്. നമ്മൾ വാച്ചിലൊക്കെ നോക്കിയിട്ട് ഇൻ യുവർ വാച്ച് കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഓൺ യുവർ വാച്ച്, ഒരു കുഴപ്പമില്ല. അറ്റ് യുവർ വാച്ച്, എവിടെയോ സമയവും മറ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ബൈ യുവർ വാച്ച്, ബൈ യുവർ വാച്ച് വരില്ല. നമ്മൾ അങ്ങനെ ഭംഗിയില്ല എന്നുകൊണ്ട് അതിനെ മാറ്റി വെക്കും. ഏറ്റവും ഭംഗിയുള്ളത്, സത്യം പറഞ്ഞാൽ സാരിക്ക് ബ്ലൗസ് എടുക്കുന്നത് പോലെയാണ് ഇംഗ്ലീഷിന്റെ ഓപ്ഷൻ എടുക്കുന്നത്. അത് ഇപ്പൊ CSEB എക്സാം എഴുതുന്നവർക്കറിയാം നെഗറ്റീവ് മാർക്ക് ഇല്ല, പക്ഷെ PSC എക്സാമിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ മാത്സിൽ 20ൽ 20 വാങ്ങിയ മാർക്ക് മൊത്തമായിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷിൽ കളിക്കും. അങ്ങനെ 2006 LD മുതൽ 2017 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരെ 15ലധികം എല്ലാം നല്ല നല്ല ലിസ്റ്റുകളിലാണ് വന്നത്. പക്ഷെ ജോലി മാത്രം കയ്യിലെത്തിയില്ല. പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് എല്ലാ സബ്ജക്റ്റും എടുക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 10-30ലധികം സബ്ജക്റ്റുകൾ എല്ലാം PSCക്ക് വേണ്ട ഒരുവിധം എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നുവരെ എടുക്കാത്തതായിട്ട് എനിക്ക് തോന്നുന്നു മലയാളം ക്ലാസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അതൊഴികെ ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. IT ഉൾപ്പെടെ എല്ലാം എടുക്കും. പക്ഷെ ഏറ്റവും ക്ലിക്കായത് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ എന്നേ പഠിപ്പിച്ച് ജസ്റ്റ് ഒന്ന് പരീക്ഷയ്ക്ക് പോയി എഴുതിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഞാനപ്പോ വിചാരിക്കും നമുക്കായിട്ട് ദൈവം എന്തോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2006 ഞാൻ LD ക്ലർക്ക് ആയിരുന്നെങ്കിൽ അന്ന് ആ റിട്ടയർമെന്റ് ഏജ് 56 ആക്കിയതുകൊണ്ട് മാത്രം കിട്ടാതെ പോയതായിരുന്നു. അന്ന് LD ക്ലർക്ക് ആയിരുന്നെങ്കിൽ മിക്കവാറും ഞാൻ വല്ല വില്ലേജ് ഓഫീസിൽ ഇരുന്ന് കണ്ടപ്പേരോ അങ്ങനെയുള്ള കാര്യങ്ങളോ കണ്ടപ്പേരോ എന്തെങ്കിലും നോക്കിയിരുന്നെ എന്നെ ഇവിടെ ദേവിക പ്ലസ് പോയിന്റ് എന്നുള്ള ഒരെണ്ണം കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് കിട്ടാത്തവര് നിരാശപ്പെടില്ല. നിങ്ങൾക്കുള്ളത് വലുത് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഇങ്ങോട്ട് വരട്ടെ എന്ന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ ഇരിക്കുകയുള്ളൂ. നമുക്കുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ തേടി അന്വേഷിച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഉറപ്പാണ്. ഇതുവരെ നഷ്ടപ്പെട്ടതൊക്കെ ചെറുതാണ്, നേടാനുള്ളതാണ് വലുത്. ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോയാൽ അതിനുൾപ്പെടെയുള്ളവർ വലുതിലേക്ക് എത്തും. അത് മാത്രം ചിന്തിച്ചാൽ മതി. പോയത് കഴിഞ്ഞു. ഇനിയിപ്പോ കഴിഞ്ഞ എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചോ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കേണ്ടത് നമുക്കുള്ളത് വരാനിരിക്കുന്നു. പക്ഷെ അത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കരുത്. നമ്മൾ അതിനെ തേടി ഇറങ്ങുക. ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന്റെ അടുത്ത് എത്തിയിരിക്കും.